ഹായ് ഫ്രണ്ട്സ്, മൈൻഡ്ഫുൾ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സിം എടുക്കാൻ വേണ്ടി പോകുകയാണ്. ഓൾറെഡി നാട്ടിൽ നിന്ന് വന്നപ്പോൾ VFSന് പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ജർമ്മൻ സിം കിട്ടിയായിരുന്നു. ലെബാര എന്ന് പറയുന്ന സിം. അത് ഇവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് ആക്ടിവേറ്റ് ചെയ്തതുമാണ്, വർക്കിങ്ങുമാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വാട്സപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിൽ വാട്സപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ പുതിയ സിം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സിം എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ്. ഇവിടെ ഒരുപാട് സിം അവൈലബിൾ ആണ്. ലെബാര, വോഡാഫോൺ, O2, ടെലികോം, അങ്ങനെ ഒത്തിരി സിം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ ഏതിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പൈസ കുറവ് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചില ഗ്രോസറി ഷോപ്പുകളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഒരു സിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കുറേ ഗ്രോസറി ഷോപ്പ്, നെറ്റോ, ലിഡിൽ, നെറ്റോ, പിന്നെ റവ, അങ്ങനെ കുറേ ഗ്രോസറി ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ സിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലാത്ത കാരണമുണ്ട്. പിന്നെ ചില ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് O2 ജർമ്മനിയിൽ എല്ലായിടത്തും തന്നെ നെറ്റ്വർക്ക് നന്നായിട്ടുള്ള ഒരു സിമ്മാണ്. അപ്പോൾ അതെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് O2ൻ്റെ ഇത് ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു 30 മിനിറ്റ് ഇവിടെ നിന്ന് ദൂരമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 30 മിനിറ്റ് ദൂരമുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് അതിൻ്റെ നമ്പർ ഗൂഗിളിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കോൺടാക്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് മെസ്സേജും ചെയ്ത് നോക്കി, പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിന്നെ സിം എടുക്കാൻ പോകുമ്പോൾ പാസ്പോർട്ടും വിസയും പിന്നെ സിറ്റി രജിസ്ട്രേഷൻ അവർ ചോദിക്കത്തില്ലായിരിക്കും, പക്ഷെ അതും കൂടെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ റൂമിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി രാവിലെ. പിന്നെ ഇന്നലെ വൈകിട്ട് ലിവർ വാങ്ങിച്ചായിരുന്നു പുറത്ത് പോയപ്പോൾ. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ ഉച്ചത്തേക്ക് ചോറും വെച്ചിട്ടുണ്ട്. സോയാബീൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതും കറി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ താമസിച്ചാൽ വരുന്നതെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ പോയി സിം എടുത്ത് നോക്കട്ടെ. ഇനിയിപ്പോൾ അതിൽ നെറ്റും കാര്യങ്ങളും എത്ര GB കിട്ടുമെന്നും ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അവരോട് ഓഫറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞങ്ങൾ പോരുന്ന വഴിക്കതേ ഇതിൽ ഇലയില്ല, ഒന്നുമില്ല, പൂ മാത്രമേ ഉള്ളൂ. റൂബിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നതാ. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, ഈ H എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതെങ്ങോട്ടാണ് ബസ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ പോന്നപ്പോൾ കണ്ടതാണ്. ഞങ്ങൾ ഈ വഴിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇതോ കണ്ടോ? പക്ഷേ ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുള്ള സ്ഥലമായിരുന്നു. ഇതിൽ കൂടെ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ. ഇത് റെയിൽപ്പാളാണോ മേളിൽ? അയ്യോ, കുഞ്ഞു വീട്. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ നാട്ടിലത്തെയൊക്കെ പോലെ കുഞ്ഞു വീട്. ഞങ്ങളാകെ 10 മിനിറ്റ് നടന്നോളൂ, ഇതുവരെ എത്തിയിട്ടില്ല. ഇതേതോ കാട്ടിലേക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം അത്രയും തണുപ്പില്ല.
ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയെ ഞങ്ങൾ പോവുകയാണ്. ഇവിടെയെങ്കിലും ഒരു കടകളുള്ളതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ റോട്ടിലോട്ടൊക്കെ ആയിരിക്കും ഇത് ചെല്ലുന്നത്. ഞങ്ങൾ നടന്ന് റെസ്റ്റ് എടുക്കാനിരിക്കുന്നതായി കാണുന്നേ. എന്തോ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊന്നും ആൾതാമസം ഇല്ലെന്ന് തോന്നുന്നു. ചില വീടുകളൊക്കെ കാണുന്നുണ്ട്. നാട്ടിലെ പാടവരമ്പത്ത് കിടക്കുന്ന പോലെയാണ്. ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള സ്ഥലമാണോന്ന് അറിയത്തില്ല. അങ്ങനെ ഏകദേശം കട എത്താറായിട്ടുണ്ട്. ഒരു 9 മിനിറ്റും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ടൊക്കെ ഗൂഗിൾ അമ്മച്ച് പറയുന്നുണ്ട്. കാര്യമാണോ? അങ്ങോട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഒരുപാട് വഴികളില്ല. സ്ട്രെയിറ്റായിട്ട് ഇങ്ങ് പോകുന്ന കാരണമുണ്ട്. നമ്മളിപ്പോൾ മെയിൻ റൂട്ടിലോട്ട് എത്തി. വന്ന് കാട്ടിൽ വന്ന് ഞങ്ങളിത് ഇവിടെ സിം എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ടായിരുന്നു, അൽദി. അപ്പം ഞങ്ങളിതേ അവിടെ കയറി. വെറുതെ കയറി ഇതാ, സാധനങ്ങൾ വാങ്ങിക്കാനൊന്നുമില്ല. അപ്പോൾ ചുമ്മാ കയറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കയറിയതിനേക്കാളൊക്കെ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. കുറവുണ്ട് റേറ്റ് എല്ലാത്തിനും തന്നെ. അത്യാവശ്യം ഇവിടെയാണ് വെജിറ്റബിൾസ് കൂടുതലുള്ളത്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒട്ടും കണ്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പേരെന്താ? ആൽദി. ഞങ്ങൾ ആൽദി കയറി. ജസ്റ്റ് 2 ബ്രെഡ് കഴിക്കാൻ വാങ്ങിച്ചു. കാരണം ഇനി ചെല്ലുമ്പോഴേക്കും കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള സമയമാവും. ചോറൊക്കെ വെച്ചിട്ടായിരുന്നു കാര്യം പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ ഒത്തിരി വൈകില്ലേ. അപ്പോൾ അതുകൊണ്ട് 2 ബ്രെഡ് വാങ്ങിച്ചു. ഞങ്ങളിതേ തിരിച്ചു പോവുക. മേടിച്ച ബ്രെഡൊക്കെ കഴിച്ചിട്ട്. ഇവിടെ പിന്നെ ആൾക്കാരൊന്നുമില്ല, ദൈവം സഹായിച്ച്. അതുകൊണ്ട് പിന്നെ കഴിച്ചുകൊണ്ട് പോകാം. ഈ കാട് ഏരിയ പോലെയാണ് പോകുന്ന വഴി. എന്നാലും വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു. അവിടെ ഷോപ്പിംഗ് മാൾ പോലെ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ റൂം എത്താറായി. ഒരു വഴി മാറിപ്പോയി ചെറുതായിട്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ നടക്കേണ്ട വന്നു. ഇനി ചെന്നിട്ട് ഫുഡ് കഴിക്കണം. എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്ന കാരണം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ കഴിക്കാം. പിന്നെ പോരുന്ന വഴിക്ക് 2 ബ്രെഡും കഴിച്ച കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് കണ്ടോ, ആ ഗ്രൗണ്ടിൽ പൂവ് ഉണ്ടായി നിൽക്കുന്നത്. അത് മുഴുവൻ അവിടെയൊക്കെ ഒന്ന് ചവിട്ടാൻ പോലും തോന്നത്തില്ല. ഞങ്ങളുടെ ബിൽഡിംഗ് എത്തി. അങ്ങനെ റൂമിലെത്തി. ഇപ്പം നല്ല വെയിൽ. റൂമിലോട്ടൊക്കെ ഭയങ്കര നല്ല വെയിലാണ് വരുന്നത്. പുറത്തിറങ്ങുമ്പോഴാണ് തണുപ്പ്. അപ്പോൾ ബൈ.